പശ്ചിമേഷ്യയിൽ താൽക്കാലിക സമാധാനം. ഇറാനെതിരെ ഡൊണാൾഡ് ട്രംപ് 2 ആഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 2 ആഴ്ച ആക്രമണം ഉണ്ടാകില്ലെന്നും ഹോർമുസ് തുറക്കാൻ ഇറാൻ സമ്മതിച്ചെന്നും ട്രംപ് അറിയിച്ചു. വെടിനിർത്തൽ ഇറാനും അംഗീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്ക് മാർഗരേഖയാകും. താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതോടെ വലിയ ആശ്വാസത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ. അതേസമയം പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുമ്പ് വരെ GCC രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഫൈസൽ ഹംസയും എസ് രഞ്ജിത്തും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഫൈസൽ ഹംസയിലേക്കാണ്. ഫൈസൽ, ട്രംപ് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ട്രംപ് എന്തൊക്കെയാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു സമൂഹത്തെ മുഴുവൻ തുടച്ചു നീക്കും, ഇറാൻ ജനതയെ മുഴുവൻ തുടച്ചു നീക്കും, അതൊരു പക്ഷേ ഇന്നത്തെ രാത്രിയിലായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. അതിനുശേഷം വെടിനിർത്തലിലേക്ക് എത്തുന്നു. എന്താണ് സംഭവിക്കുന്നത് ഫൈസൽ ഹംസ? റിജിത്ത്, ആര്യ, വളരെ സുപ്രധാനമായ ഒരു സന്തോഷമുള്ള വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ഏതാണ്ട് 39 ദിവസമായി പശ്ചിമേഷ്യ തീർത്തും അശാന്തമായിരുന്നു, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ. അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അൾട്ടിമേറ്റം ഉണ്ടാകുന്നത്. ഇറാൻ ഒരു ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഒരു നാഗരികതയെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നുള്ളത്. ആ തരത്തിൽ ലോകം ഒരു മുൾമുനയിൽ നിൽക്കുന്ന അവസരത്തിലാണ് ട്രംപിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. സുപ്രധാനമായ പ്രസ്താവനയുണ്ടാകുന്നത് 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത്. 2 ആഴ്ച ഇറാനെ ആക്രമിക്കില്ല, പകരമായി ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ സമ്മതിച്ചതായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയാണ്. ഇതിന് ഏറ്റവും നിർണായകമായത് പാകിസ്ഥാന്റെ ഇടപെടലാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അമേരിക്കയുമായി നടത്തിയ അവസാനവട്ട ചർച്ചകളിലാണ് ഇക്കാര്യത്തിൽ ട്രംപിനെ അനുനയിപ്പിക്കാൻ സാധിച്ചത് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ നിന്ന് ഒരു എക്സിറ്റ് പ്ലാൻ വേണമായിരുന്നു. ആ എക്സിറ്റ് പ്ലാൻ ആദ്യം നൽകിയത് ഇറാൻ തന്നെയാണ്. അമേരിക്ക നൽകിയിരുന്ന 15-ന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വെടിനിർത്തലിനോ ഉള്ള നിർദ്ദേശങ്ങൾക്ക് പകരം ഒരു 10 നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളുടെ ചുവട് പിടിച്ചാണ് പാകിസ്ഥാനും അമേരിക്കയുമായി സംസാരിച്ചത്. മാത്രമല്ല, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുമായും ഇതിന് മുന്നോടിയായി പാകിസ്ഥാൻ ചർച്ചകൾ നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായി അമേരിക്ക ഇക്കാര്യം അറിയിക്കുകയും അമേരിക്ക ഇക്കാര്യം അംഗീകരിക്കുകയുമായിരുന്നു. ഏതായാലും ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ കാര്യം, എന്താണോ അമേരിക്ക ഈ യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരുന്നത്, ആ ആവശ്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്നുള്ള ഒറ്റ ആവശ്യത്തിൽ ഒരു വെടിനിർത്തലിന് അമേരിക്ക തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ട്രംപിന്റെ പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത്, സൈനിക ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്, അത് മാത്രമല്ല മേഖലയിൽ സമാധാനം ഉറപ്പാക്കേണ്ടതുണ്ട്, അതിനാലാണ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. ഇറാന്റെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരാവശ്യം ഹിസ്ബുള്ളയ്ക്കുള്ള എതിരെ നടക്കുന്ന ഇസ്രായേലിൻ്റെ ആക്രമണം, ലെബനനിൽ നടക്കുന്ന ആക്രമണവും നിർത്തിവെക്കണം എന്നുള്ളതാണ്. അതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് പാകിസ്ഥാനും വ്യക്തമാക്കുന്നത്. ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ലോകത്തെ മുഴുവൻ മുൾമുനയിലാക്കിയ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഊർജ്ജ പ്രതിസന്ധിയിലേക്കും തള്ളിവിട്ട യുദ്ധത്തിന് താൽക്കാലികമായ ഒരു ആശ്വാസം ഉണ്ടാകുന്നു. ഒരു 2 ആഴ്ചത്തെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരം തന്നെയാണ്. റിജിത്ത്, ആര്യ. തീർച്ചയായും ഫൈസൽ ഹംസയാണ് വാർ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ UAE-യിൽ നിന്ന് രഞ്ജിത്ത് സൂടി നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ആശങ്കയുടെ മണിക്കൂറുകളാണ് കടന്നുപോയിരിക്കുന്നത്. ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചതുപോലെ ഒരു ഇറാനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന തരത്തിലൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ പ്രത്യാഘാതം, എന്തായിരിക്കും ഇറാന്റെ തിരിച്ചടി എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപ് നടത്തുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം അതിനൊരു ശമനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗുഡ് മോർണിംഗ് ആര്യ, റീജിത്ത്. തീർച്ചയായും ഗൾഫ് മേഖലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസം പകരുന്ന ഒരു പ്രഖ്യാപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് പറഞ്ഞത് ഒരു രാത്രി കൊണ്ട് ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്നായിരുന്നു. ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ആശങ്കയിലായിരുന്നത് പ്രധാനമായും ഗൾഫ് മേഖലയായിരുന്നു, GCC രാജ്യങ്ങളായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു ആക്രമണം ഉണ്ടായാൽ അതിന്റെ തുടർച്ചയായി വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തും എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ആ ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ല എന്ന്, അല്ലെങ്കിൽ ഒരു താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസമായിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം വലിയ ആശ്വാസം തന്നെയാണ് ഗൾഫ് മേഖലയ്ക്ക് നൽകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൽക്കാലികമായെങ്കിലും ഹോർമൂസ് കടലിടുക്ക് തുറക്കും എന്നതാണ്.
ഇപ്പോൾ ഗൾഫ് മേഖലയെ സംബന്ധിച്ച് ഇവിടെ ലോജിസ്റ്റിക് മേഖലയൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ കപ്പലുകളൊക്കെ ഹോർമൂസ് കടലിടുക്കിൽ പെട്ടുകിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോജിസ്റ്റിക് മേഖല ഉൾപ്പെടെയുള്ള കമ്പനികളിൽ പല ജീവനക്കാർക്കും ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പല കമ്പനികളും ജീവനക്കാർക്ക് പകുതി ശമ്പളമൊക്കെ നൽകുന്ന രീതിയിലുള്ള അറിയിപ്പുകളൊക്കെ നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അത്തരത്തിൽ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത വരുന്നത്. ഇപ്പോൾ ഹോർമൂസ് തുറക്കുന്നതോടുകൂടി കൂടുതൽ കപ്പലുകൾ ഇവിടേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളൊക്കെ പഴയ രീതിയിൽ വീണ്ടും പ്രവർത്തിക്കാൻ കഴിയും. ഈ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയൊക്കെ ഇല്ലാതായി തീരുമെന്നതാണ് എടുത്തു പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്വാസം. എന്തായാലും GCC മേഖലയെ സംബന്ധിച്ച്, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസം, അല്ലെങ്കിൽ താൽക്കാലികമാണെങ്കിലും വലിയ ആശ്വാസം പകരുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി. ഇന്ന് പുലർച്ചെ UAE-യിലെ ജനങ്ങൾക്ക് ഫോണിൽ തുടർച്ചയായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഒപ്പം തന്നെ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും നേരിടുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പും വന്നിരുന്നു. അതുപോലെ തന്നെ ഖത്തറിന് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായി. ബഹ്റിന്റെ വിവിധ ഭാഗങ്ങളിലും ആക്രമണം ഉണ്ടായതായി ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയവും സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും സ്ഥിതിഗതികൾ പൂർണ്ണമായും ശാന്തമാണ്. എവിടെയും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുതന്നെയാണ് വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ തുടർന്നുണ്ടാകുന്ന ഈ ചർച്ചകളിൽ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും. അങ്ങനെ ഈ മേഖലയിൽ പൂർണ്ണമായ ഒരു സമാധാനം കൈവരും എന്ന് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത്.